നവകേരള സദസ്സിന് മുന്നോടിയായി അടൂരിൽ വിളംബര ഘോഷയാത്ര നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നവകേരള സദസ്സിന് മുന്നോടിയായി അടൂർ നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. വാദ്യമേളങ്ങൾ, തെയ്യം എന്നിവയുടെ അകമ്പടിയോടെ നടത്തിയ ഘോഷയാത്ര ജനറൽ ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. സർക്കാർ ജീവനക്കാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർ ഘോഷയാത്രയിൽ അണിനിരന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ ദിവ്യ റജി മുഹമ്മദ്, ഉപാധ്യക്ഷ രാജി ചെറിയാൻ, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R തുളസീധരൻ പിള്ള, തഹസീൽദാർ ജോൺ സാം, ഡെപ്യൂട്ടി തഹസീൽദാർ S സജീവ്, D സജി, TD ബൈജു, PB ഹർഷകുമാർ, S മനോജ്, രാജേന്ദ്ര പ്രസാദ്, സിന്ധു തുളസീധരക്കുറുപ്പ്, K മഹേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അതിന്റെ ഭരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെയും ലോക ചരിത്രത്തിൽ തന്നെ പുതിയ ഒരു അധ്യായം തുറന്നുകൊണ്ട് ഇതുവരെ നമ്മുടെ രാജ്യവും കണ്ടിട്ടില്ലാത്ത വിധത്തിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ഒരു ഭരണകൂടം ഒന്നാകെ ഒരു മാസത്തിലേറെ കാലമായി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തുകയാണ് നവകേരള സദസ്സിലൂടെ. ഇത്തരമൊരു നവകേരള സദസ്സ് ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഒരു ക്യാബിനറ്റ്, ഒരു മന്ത്രിസഭ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ഒരു മന്ത്രിസഭ ജനങ്ങളിലേക്ക് എല്ലാം നിയോജക മണ്ഡലങ്ങളിലേക്ക് എത്തുന്നത് ഇത് നടാടെയാണ്. ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ന്യൂസ് ബ്യൂറോ, അടൂർ.